പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തയെല്ലാം കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുക്കാം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ ഒരുങ്ങുന്നുവോ അത്രമാത്രം ആ വചനത്തിലൂടെ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയും സൗഖ്യവും വിടുതലും ആനന്ദവും എല്ലാം കർത്താവ് തരും. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുറവുകളിലും അവിടുന്ന് നിറവായി, ഞങ്ങളുടെ എല്ലാ മുറിവുകളിലും അവിടുന്ന് സൗഖ്യമായി, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും അവിടുന്ന് ശക്തിയായി, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് അനുഗ്രഹമായി നിറയുവാൻ ഈ വചന ശുശ്രൂഷ നിമിഷങ്ങളിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കരനീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നല്ല ബോധ്യങ്ങളും, കർത്താവിൻ്റെ വചനം നമ്മുടെ മുറിവുകൾക്കെല്ലാം സൗഖ്യം നൽകുന്ന, വേദനകൾക്കെല്ലാം ആശ്വാസം നൽകുന്ന ശക്തി നമ്മൾ നിറയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സിക്കാർ പട്ടണത്തിലെ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ഈശോ ഒരു സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീയുടെ പ്രത്യേകത? ഈ സ്ത്രീയിൽ 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ സ്ത്രീ വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സ്ത്രീയാണ്. 2, ഈ സ്ത്രീ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സ്ത്രീയാണ്. 3, ഈ സ്ത്രീ സാമൂഹിക ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ പരാജയപ്പെട്ടൊരു സ്ത്രീയാണ്. ഈ 3 പരാജയങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സ്ത്രീയെ അറിയാവുന്ന വീട്ടുകാർ, നാട്ടുകാർ, അയലക്കാർ മുഴുവനും ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ഈ സ്ത്രീ ഒരു കാലത്തും രക്ഷപ്പെടുകയില്ലെന്നാണ്. ഈ ലോകത്തിലെ ഏത് മനുഷ്യ വ്യക്തി തൻ്റെ ഇന്നലകളിലെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലേക്ക് നോക്കി ലോകത്തിലെ മനുഷ്യർ ഇവൾ രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്നുവോ അവരെ കാത്ത് ഇരിക്കുന്നവനാണ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യർ എൻ്റെ ഇന്നലകളിലെ ജീവിതത്തിലേക്ക് നോക്കി അവൾ ഒരിക്കലും നന്നായില്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഒരിക്കലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കുകയില്ല എന്ന് ലോകത്തിലെ ഏതെല്ലാം വ്യക്തികളെക്കുറിച്ച് ആരെല്ലാം വിധി എഴുതുന്നു? നിൻ്റെ ഇന്നലകളിലെ ജീവിതത്തെ പരാജയത്തെ ഓർത്തായിരിക്കാം, നഷ്ടത്തെ ഓർത്തായിരിക്കാം, നിൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അതിനെ കടക്കൂട്ടിയായിരിക്കാം. ആര് അങ്ങനെയെല്ലാം വിധി എഴുതുന്നു? അങ്ങനെ വിധി എഴുതി മാറ്റി നിർത്തി തള്ളിക്കളയുന്ന ഓരോ വ്യക്തിയെയും നോക്കി കാത്തിരിക്കുന്നവനാണ് കർത്താവ് എന്ന ബോധ്യമാണ് ഈ സംഭവത്തിലൂടെ ഈശോ, കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, ഈ സ്ത്രീയോ ആരും വെള്ളം കോരാനായിട്ട് ആ കിണറ്റിൻ കരയിൽ വരാൻ സാധ്യതയില്ല എന്ന് കരുതി തിരഞ്ഞെടുത്താണ്. ഇതിലൂടെ എന്താ പറഞ്ഞിരുന്നത്? ഈ ലോകത്തിലെ ഒരു വ്യക്തിയും അറിയുകയില്ല, കാണുകയില്ല, ശ്രദ്ധിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല എന്ന് ചിന്തിച്ച് നീ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, നീ ഏതെങ്കിലും ഒരു അവിശ്വസ്തത കാണിച്ചാൽ അവിടെ നിന്നെ കാണുന്ന, നിന്നെ നോക്കിയിരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഈ സംഭവത്തിലൂടെ കർത്താവിൻ്റെ വചനം പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ആരും കാണുകയില്ല എന്ന് കരുതി ആ സ്ത്രീ ആ കിണറ്റിൻ കരയിൽ ചെന്നപ്പോൾ അവളെ കാത്തിരിക്കുന്ന കണ്ണുകളാണ് യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ. അപ്പോൾ ഈശോ ആ സ്ത്രീയോട് സംസാരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. നീ ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോകുന്ന വെള്ളമുണ്ടല്ലോ,
നീ ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോകുന്ന വെള്ളം എന്തോരം കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല. ദാഹം തീരാത്തതിൻ്റെ കാരണം നീ ഇന്ന് വരെ കുടിക്കുന്ന ജലം പാപത്തിൻ്റെ ജലമാണ്. അപ്പോൾ ഈശോ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്തോരം കുടിച്ചാലും ദാഹം തീരാത്ത ജലത്തിൻ്റെ പേര്, ആ ജലത്തിൻ്റെ പേരാണ് പാപജലം. മനുഷ്യൻ എന്തോരം കുടിച്ചാലും ഒരിക്കലും അവൻ്റെ ദാഹം തീരിയല്ല. അങ്ങനെ ദാഹം തീർക്കാത്ത, വീണ്ടും വീണ്ടും കുടിപ്പിക്കുന്ന ജലമാണ് പാപജലം. ഈശോ പറഞ്ഞു ആ സ്ത്രീയോട്, എൻ്റെ കൈവശം ഒരു ജലമുണ്ട്, ആ ജലത്തിൻ്റെ പേര് ജീവൻ്റെ ജലമെന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത ജലത്തിൻ്റെ പേരാണ് ജീവൻ്റെ ജലം. ഇപ്പം ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹം തീരാത്ത ആ ജലം എൻ്റെ കൈവശമുണ്ട്, നിനക്ക് വേണോ? ആ സ്ത്രീ, അവളുടെ ബുദ്ധിയിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഓരോ പ്രാവശ്യവും എത്ര ബുദ്ധിമുട്ടിയാണ് ഇവിടെ വെള്ളം കോരാൻ വരുന്നത്. എന്നാൽ ഇവൻ്റെ കൈവശമുള്ള ജീവൻ്റെ ജലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും ദാഹിക്കല, ഞാനിവിടെ വെള്ളം കോരാൻ വരണ്ട. ആ സ്ത്രീ ഈശോയോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിന്റെ കൈവശമുണ്ട് എന്ന് നീ പറഞ്ഞ ആ ജീവൻ്റെ ജലം എനിക്ക് തരാവോ? ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞു ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവർ നിന്റെ ഭർത്താവല്ല. എന്താണെന്നറിയോ? ഈശോ അങ്ങനെ പറഞ്ഞതിലൂടെ അവളുടെ ഇന്നലകളിലെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളും ഈശോയ്ക്കറിയാം എന്ന് ഈശോ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്കി കൊടുത്തിട്ട് ഈശോ അവളോട് പറയാണ്, നീ ഞാൻ തരുന്ന ജലം കുടിച്ച് ഒരിക്കലും ദാഹിക്കാതിരിക്കണമെങ്കിൽ നീ ഇന്ന് വരെ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാപജലം കുടിക്കുന്ന പണി നീ നിർത്തണം. അത് നിർത്താൻ ആർ റെഡി? അത് നിർത്താൻ നീ തയ്യാറാണോ? സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആ സ്ത്രീ എടുത്തു. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? ആ സ്ത്രീയുടെ പ്രത്യേകത, അന്ന് വരെ അവൾ ചെയ്തതായ പാപത്തിലേക്ക് നോക്കിയിട്ട്, അവളുടെ വഴിവിട്ട ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, അവളെ അറിയാവുന്ന സകലരും പറഞ്ഞു, ഈ സ്ത്രീ ഒരു കാലത്തും നന്നായില്ല. അതെ, അവളുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം പരാജയപ്പെട്ടതായിരുന്നു. ഈ പരാജയത്തിലേക്ക് നോക്കിയിട്ടാണ് ജനം പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ഒരു കാലത്ത് നന്നായില്ലെന്ന്. ഇതാ അവൾ എന്തു ചെയ്തു? ഈശോ അവൾക്ക് വാഗ്ദാനം ചെയ്ത, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ആ ജീവന്റെ ജലം വാഗ്ദാനം ചെയ്തപ്പോൾ അവൾ ഈശോയുടെ മുമ്പിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, ആ സ്ത്രീ ആകട്ടെ, ഏതാ സ്ത്രീ? സമരിയാക്കാരി സ്ത്രീ. ആ സ്ത്രീ ആകട്ടെ ആ കുടം അവളെ വെച്ചു. ഏതാ കുടം? അന്ന് വരെ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ പാപത്തിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ അടങ്ങിയ ജീവിത മൺകുടത്തെ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ എന്നേക്കുമായിട്ട് അവൾ അടിയറ വെച്ചപ്പോൾ, അടിയറ വെച്ച അവൾക്ക് ഈശോ കൊടുത്ത ജലമാണ് ജീവജലം. ജീവജലം കുടിച്ചു തുടങ്ങി അവൾ പിന്നീട് ഒരിക്കലും പാപം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവളുടെ പാപം ചെയ്യാത്ത ജീവിതത്തെ കണ്ടിട്ട് ഒരു കാലത്തും നന്നായേല എന്ന് അവളെക്കുറിച്ച് വിധി എഴുതിയ സകല നാട്ടുകാരും വാക്ക് മാറ്റി പറയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവളുടെ പാപം ചെയ്യാത്ത ജീവിതം കണ്ടിട്ട് ഇങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ഒരു ജീവിതം കൊടുത്ത യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയിലൂടെ ആ ഗ്രാമപ്രദേശം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന് സാക്ഷികളായി മാറുന്ന വ്യക്തികളാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇതാണ് യേശുവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം മേഖലകളിൽ പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്നു, ഈ പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്നതിനെ മുഴുവൻ അനുകൂലമാക്കി മാറ്റി കർത്താവ് വിജയിപ്പിച്ച് സാക്ഷ്യം നൽകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തങ്കച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സാക്ഷ്യമുണ്ട്. അയാൾ ഗവൺമെൻറ് നല്ലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഓരോ മാസവും നല്ല ശമ്പളം പറ്റുന്ന വ്യക്തി. അയാൾക്ക് ഒരു ബലഹീനത, അയാൾ കൈക്കൂലി വാങ്ങിക്കും. കൈക്കൂലി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കിട്ടുന്ന ആ പണം മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കും, മദ്യപിക്കാൻ ഉപയോഗിക്കും. അങ്ങനെ തങ്കച്ചൻ നല്ല അറിവുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, ഇലക്ട്രിക്കൽ മേഖലയിൽ നല്ല അറിവുള്ള അയാൾ കടുത്ത മദ്യപാനിയായി. മദ്യപിച്ച് അയാൾ ഓടയിലാണ് കിടക്കുന്നത്. അങ്ങനെ അയാളുടെ ആ ഒരു അവസ്ഥ, ഈ അവസ്ഥ അയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഷനായി. അപ്പോൾ അയാൾ കൂടുതൽ മദ്യപിക്കാൻ തുടങ്ങി. സ്ഥിരം ഓടയിലുള്ള കിടപ്പായി. ഭാര്യയും 2 മക്കളും അയാളെ വിട്ടുപോയി. അങ്ങനെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ധ്യാനിക്കാൻ വന്നത്. 2 ആഴ്ച അടുപ്പിച്ച് അയാളെ ധ്യാനിച്ചു. അയാൾക്ക് നല്ല ബോധ്യം കിട്ടി. അയാൾ മദ്യപാനം എന്ന ദുശീലത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ സ്വീകരിച്ച് അയാൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അപ്പം അങ്ങനെ അയാൾ 2 ധ്യാനം കഴിഞ്ഞ്, 2ാമത്തെ ധ്യാനം കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, മദ്യപിച്ച് ഓടയിൽ കിടന്ന എന്നെ ആ ഓടയിൽ നിന്നാണ് കർത്താവ് ഇന്ന് എടുത്തുയർത്തി എനിക്ക് നല്ല ബോധ്യവും ശക്തിയും ധൈര്യം തന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അഴുക്ക് വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഓടയുണ്ടല്ലോ, ആ ഓട കോരുന്ന ജോലി ഞാൻ 1 വർഷത്തേക്ക് ശുശ്രൂഷയായിട്ട് ചെയ്തോളാം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അഴുക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഓട കോരുന്ന ജോലി 1 വർഷത്തേക്ക് അയാൾ സന്തോഷത്തോടെ ചെയ്തു. നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് വചനം കേൾക്കും, നന്നായിട്ട് വിശുദ്ധ കുർബാനയിൽ ആരാധന എല്ലാം നിത്യവും പങ്കെടുക്കും. എന്നിട്ട് അയാളുടെ ജോലി ഓട കോരുന്ന ജോലിയാണ്. സന്തോഷത്തോടെ അയാൾ ചെയ്തു. 1 വർഷം പൂർത്തിയായപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 1 വർഷം കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. ജോലിയിൽ സസ്പെൻഷനാണ്. അപ്പോൾ 2ാമത്തെ വർഷം അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഭാര്യ നേഴ്സാണ്, ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നു. 2 മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയും മക്കളും കൂടെ നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അറിയുന്നത് ഭർത്താവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമൊക്കെ കൂടി ഇപ്പോൾ അവിടുത്തെ ഓട കോരുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഭാര്യ മനസ്സിലാക്കി, തൻ്റെ ഭർത്താവ് അവള് ഇയാളെ ഓടയിൽ കിടക്കുന്ന ആ അവസ്ഥയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അയാൾ ദൈവഭവനത്തിലെ ഓട കോരുന്ന ജോലി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട്. ആ ഭാര്യ 2 മക്കളെയും കൊണ്ട് ഡിവൈൻ ധ്യാനക്ക് വന്ന് കാര്യമൊക്കെ അന്വേഷിച്ചു. ആ ഭർത്താവും ഭാര്യയും വീണ്ടും ധ്യാനത്തിലൊക്കെ കൂടി അവർ വീണ്ടും സ്നേഹത്തിലായി. എന്നിട്ട് ഈ ഭർത്താവിനെയും കൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. അയാൾക്ക് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി. ഈ തങ്കച്ചൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്: മദ്യപിച്ചു ഓടയിൽ കിടന്ന എന്നെ ആ ഓടയിൽ നിന്ന് കർത്താവ് എടുത്തിട്ട് ഇന്ന് സകല മനുഷ്യരുടെയും മുമ്പിൽ കർത്താവ് എന്നെ ഒന്നാമനാക്കി മാറ്റി. ഓടയിൽ കിടന്ന എന്നെ കർത്താവ് ഇന്ന് ഒന്നാമനാക്കി മാറ്റി. സ്നേഹമുള്ളവരെ, ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, കർത്താവ് നൽകുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തിയാൽ, ആരുടെ മുമ്പിൽ അവൻ എതിർ സാക്ഷിയായോ അവിടെ അവനെ സകലരെയും രക്ഷയിലേക്ക് നയിക്കുന്ന ജീവിത സാക്ഷിയാക്കി കർത്താവ് മാറ്റും. സമരിയാക്കാരി സ്ത്രീ ഒരു കാലത്തും നന്നായാലെന്ന് നാട്ടുകാരും വീട്ടുകാരെല്ലാം വിധി എഴുതിയ അവളെ അതേ നാട്ടിൽ ഒന്നാമത്തവളാക്കി മാറ്റി. അവളിലൂടെ ഒരിക്കലും നന്നായാലെന്ന് പറഞ്ഞവരെ എല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇത് നമുക്ക് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
വ്യത്യസ്തമായ കാരണങ്ങളാൽ പ്രതികൂലമായിട്ട് അനുഭവപ്പെട്ടത് ഏതെല്ലാമാണ്, ഈ പ്രതികൂലമായിട്ട് അനുഭവപ്പെട്ടതിനെ മുഴുവൻ അനുകൂലമാക്കി മാറ്റുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി. അപ്പം ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നന്നായി വചനം കേട്ട് വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ട് അനുഭവപ്പെട്ട അവസ്ഥകളെ മുഴുവൻ ദൈവം അനുകൂലമാക്കി മാറ്റും. അപ്പോൾ നീ ഇന്ന് ആരോഗ്യത്തിൻ്റെ മേഖലയിൽ രോഗിയാണെങ്കിൽ ഈ രോഗം ഒരു പ്രതികൂലമായ അവസ്ഥയാണ്. നീ ഇന്ന് സമ്പത്തിൻ്റെ മേഖലയിൽ കടബാധ്യതയിലാണെങ്കിൽ ഈ കടബാധ്യത ഒരു പ്രതികൂലമായ അവസ്ഥയാണ്. നിന്നെ വരുമാനത്തിൻ്റെ മേഖലയിൽ നീ ഇന്ന് ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഈ ജോലിയില്ലാത്ത അവസ്ഥ ഒരു പ്രതികൂലമായ അവസ്ഥയാണ്. നിന്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സ്വസ്ഥത ഇല്ലാതെ ദുഃഖത്തിലും വേദനയിലും നൊമ്പരത്തിലുമാണ് നീ കഴിയുന്നതെങ്കിൽ ഈ അവസ്ഥ പ്രതികൂലമായ അവസ്ഥയാണ്. എന്തു ചെയ്യും കർത്താവ്? നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിനക്ക് അനുഭവപ്പെട്ട പ്രതികൂലമായ അവസ്ഥകൾ ഏതെല്ലാമാണോ, ഈ പ്രതികൂലമായ അവസ്ഥകളെയെല്ലാം കർത്താവ് അനുകൂലമാക്കി മാറ്റും. പ്രതികൂലമായ അവസ്ഥകളെ മുഴുവൻ അനുകൂലമായി മാറണമെങ്കിൽ എന്തു ചെയ്യണം? ആ പ്രതികൂലമായത് മുഴുവൻ അനുകൂലമായി മാറുന്നതിന് കർത്താവിൻ്റെ വചനം 5 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആ 5 കാര്യങ്ങളാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം തിരുവചനം കിടക്കുന്നത്. അതിൽ 5 കാര്യങ്ങളിലെ 1-ാമത്തെ കാര്യം എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലമായ അവസ്ഥകളായാലും ഈ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ ഓർത്ത് നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. രോഗമാകാം, തകർച്ചയാകാം, കടബാധ്യതയാകാം, നഷ്ടമാകാം, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ പല വിധത്തിലുള്ള തിക്ത അനുഭവങ്ങളാകാം. ഏതായാലും അതിനെ കർത്താവിന് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന ഏത് കാര്യത്തിലും അതിനെ ഓർത്ത് നീ ഭയപ്പെടരുത്. അപ്പോൾ ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുകൂലമാക്കി മാറ്റുന്നതിനെ സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, എൻ്റെ വലതുകരം നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ കരം, ആ കരം ഞാൻ പിടിച്ചിരിക്കുന്നു. അതാണ് യെശയ്യാ 41-ന്റെ 13-ൽ പറയുക, കർത്താവ് എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ എന്നെ എപ്പോഴും ഈ കർത്താവ് സഹായിക്കും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അടുത്ത വചനം എങ്ങനെയാ? ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാനാണ് പറയുന്നത്. ഞാനാണ് എന്ന ആ വചനം നടപ്പാക്കാൻ കഴിവുള്ളവൻ്റെ ആധികാരികതയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടന്നിരിക്കും. അങ്ങനെ നടത്തുന്നവനാണ് ദൈവം. ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ പ്രതികൂലമായ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഒന്നോർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ അനുഭവിക്കാനും സ്വീകരിക്കാനും സ്വന്തമാക്കാനും സാധിക്കണമെങ്കിൽ അത് സാധിക്കാതിരിക്കാൻ വേണ്ടി പിശാച് കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഭയം. ആർക്കാണ് ഭയം ഉണ്ടാകുന്നത്? അഭയമില്ലാത്തവനെ ഭയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ ദൈവം ഒരുക്കുന്ന വഴിയെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി 2-ാമത്തെ കാര്യം പറഞ്ഞറിയാണ്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടി, നീ ഇന്ന് ഏതവസ്ഥയിലാണോ ഈ അവസ്ഥയിലുള്ള നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവിക ഇടപെടൽ. അപ്പോൾ ഒരു ദൈവിക ഇടപെടൽ നീ കാണും. അപ്പം എന്തിനാണ്
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും തകർച്ചകളൊക്കെ കർത്താവ് വരുന്നത് ഈ അനുവദിക്കുന്നതായ കാര്യത്തിനകത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവും. ഈ ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ വിശ്വസിച്ച് കാത്തിരിക്കണം. ഈ ദൈവിക ഇടപെടലാണ് എൻ്റെ ജീവിതത്തെ എന്നെ വിജയത്തിലേക്ക് ഉയർച്ചയിലേക്ക് നയിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. സ്നേഹമുള്ളവരെ, കർത്താവ് ശക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം, ദൈവിക ഇടപെടൽ. ഈ ദൈവിക ഇടപെടൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മനുഷ്യർക്ക് ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില പ്രതികൂലമായ അവസ്ഥകളും സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് എന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടുമ്പോഴാണ് എൻ്റെ ഇപ്പോഴുള്ളതായ ഈ കഷ്ടതയും ഈ വേദനയും ഈ രോഗവും ഈ സഹനവും എല്ലാം നിസ്സാരമാണ് എന്ന ചിന്തയോടുകൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ദൈവിക ഇടപെടലുണ്ടാവും. ഈ ദൈവിക ഇടപെടലിനെ മുൻകൂട്ടി കാണുന്നവന് താൽക്കാലികമായിട്ടുണ്ടാകുന്ന പ്രതികൂലമായ അവസ്ഥകളിൽ ഒന്നും വേദനയോ ദുഃഖമോ നൊമ്പരമോ ബുദ്ധിമുട്ടോ തോന്നിയല്ല. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ഈ അവസ്ഥകളെ മുഴുവൻ ദൈവം അനുവദിക്കുന്ന ഒരു ദൈവിക ഇടപെടലിന് വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം പറയാണ്, ഈ ദൈവിക ഇടപെടൽ അപ്പോൾ പറഞ്ഞിരുന്നു, ഇന്ന് നിങ്ങൾ കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണിയല്ല. അതാ ഇന്ന് നിങ്ങൾ കണ്ട ഈജിപ്തുകാരെ നിങ്ങൾ കാണിയല്ല എന്ന് വചനം പറയുമ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കേണ്ടത്? ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളായിരുന്നു ഈജിപ്തുകാർ. അപ്പോൾ ഇനിമേൽ നിങ്ങൾ ഈജിപ്തുകാരെ കാണിയല എന്ന് പറയുമ്പോൾ അർത്ഥം, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നിനക്കെതിരായി നിന്നവരാരാണോ, നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കിയതായ അവസ്ഥ ഏതാണോ, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റാത്തതായി നിനക്ക് തോന്നിയ കാര്യങ്ങൾ ഏതെല്ലാമാണോ, അത് മുഴുവൻ ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പോൾ നിന്നെ എതിർത്തവരാരും ഇനി എതിർക്കാനായിട്ട് ഉണ്ടായില്ല. അവിടെ ദൈവം ആ മേഖലകളെ അനുകൂലമാക്കി മാറ്റിയിരിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാലാമതായി കർത്താവ് നിനക്ക് പറഞ്ഞിരുന്നത്. വചനം പറയുകയാണ്, നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും, നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും എന്ന് പറയുമ്പോൾ ഇന്ന് വരെ നീയാണ് ഏത് കാര്യത്തിലും പ്രവർത്തിച്ചിരുന്നതെങ്കിൽ നീ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളിൽ ഇനി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കോ. ഇനി നീ അതിനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. അഞ്ചാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്നേഹമുള്ളവരെ, ഇത്രയും കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ വചനം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട് മോശയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലമായ അവസ്ഥകൾ മുഴുവൻ അനുകൂലമാക്കി ദൈവം മാറ്റുമെന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 5 ഉറപ്പുകൾ കർത്താവ് പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവരുടെ മുമ്പിൽ അവർ കാണുന്നത് ചെങ്കടലാണ്. ഈ ചെങ്കടൽ എന്നുള്ളത് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെങ്കടൽ ഒന്ന്, എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ വഴി അടയ്ക്കുന്ന അവസ്ഥയുടെ പേരാണ് ചെങ്കടൽ. 1. 2, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലമായ അവസ്ഥയാണോ ഈ പ്രതികൂലമായ അവസ്ഥയുടെ അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥ, ആ അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാണ് ചെങ്കടൽ. 3, എൻ്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയാണോ ആ അവസ്ഥയിൽ എന്നെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയുടെ പേരാണ് ചെങ്കടൽ. 4, എൻ്റെ ജീവിതത്തിൽ അത് രോഗമാകാം, നഷ്ടമാകാം, തകർച്ചയാകാം, കടബാധ്യയാകാം, സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് ചെങ്കടൽ. 5, എൻ്റെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ ആ തിക്താനുഭവങ്ങളുടെ ആഴത്തെ അളക്കാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാണ് ചെങ്കടൽ. അപ്പോൾ ഞാൻ 5 കാര്യമാണ് ചെങ്കടൽ എന്നതായ കാര്യത്തിന് പറഞ്ഞു തന്നത്. 1,
ജീവിതത്തിൻ്റെ വഴിയടഞ്ഞ അവസ്ഥ. 2, അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥ. 3, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. 4, സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥ. 5, ആഴമളക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാ ഈ അവസ്ഥയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത്, അവര് ചെങ്കടലിൻ്റെ മുമ്പിൽ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ, അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, ആഴമളക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന മോശയോട്, തൻ്റെ പിന്നാലെയുള്ള ജനക്കൂട്ടത്തോട് ദൈവം പറഞ്ഞു, കൈ നീട്ടുക. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം തിരുവചനം. കൈ നീട്ടുക. ഇനി മനസ്സിലാക്കിക്കോ, എപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കൈ നീട്ടുക എന്ന് പറഞ്ഞിരുന്നത്? 1, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം കർത്താവിലേക്ക് നോക്കുക. 2, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുക. 3, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ ആശ്രയിക്കുക. 4, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. 5, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുക. അപ്പോൾ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് നോക്കുക, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ വിളിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. എന്തിന് നിന്റെ ജീവിതത്തിൽ കർത്താവ് പ്രതികൂലമായ അവസ്ഥകൾ ഓരോന്നും അനുവദിക്കുന്നു? പ്രതികൂലമായ അവസ്ഥകൾ ഓരോന്നും അനുവദിക്കുന്നത് നീ ആ പ്രതികൂലമായ അനുവദിക്കുന്ന അവസ്ഥയിലേക്ക് നോക്കാനല്ല, കർത്താവിലേക്ക് നോക്കാനാണ്. നീ അതിനെ ഓർത്ത് മനസ്സുമടുക്കാനല്ല, പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിച്ച് അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ചെങ്കടലിലെ വെള്ളത്തിൻ്റെ മുകളിൽ മോശ കൈ നീട്ടിയപ്പോൾ വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു, ചെങ്കടലിലെ വെള്ളം 2ആയി മാറി. എന്നിട്ട് കരയിലൂടെ എന്ന വണ്ണം ആ ചെങ്കടലിലെ വെള്ളത്തിലൂടെ ഇസ്രായേൽക്കാർ നടന്ന് അക്കരെ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശത്രു സൈന്യം പിന്നാലെ വരുന്നു. മുമ്പിലെ ചെങ്കടൽ മാറി, പിമ്പിലെ ശത്രുക്കൾ മാറിയില്ല. ഉടനെ ദൈവം പറഞ്ഞു, പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 26-ാം തിരുവചനം, കൈ നീട്ടുക. വീണ്ടും മോശ കൈ നീട്ടി. വെള്ളത്തിന് മുകളിൽ കൈ നീട്ടിയപ്പോൾ മാറി നിന്ന വെള്ളം വീണ്ടും പഴയതുപോലെയായി. വീണ്ടും പഴയതുപോലെ ആയപ്പോൾ പിന്നാലെ വന്ന ശത്രു സൈന്യം മുഴുവൻ ചെങ്കടലിൽ മുങ്ങിച്ചത്തു. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതികൂലമായ അവസ്ഥ അനുഭവപ്പെട്ടത് ഏതെല്ലാം കാര്യങ്ങളാണോ, അവിടെ നീ കർത്താവിലേക്ക് നോക്കി, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിലെ പ്രതികൂലമായ അവസ്ഥകളെ മുഴുവൻ കർത്താവ് അനുകൂലമാക്കി മാറ്റും. ഈ അനുകൂലമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് നീ വായിക്കുന്ന വചനത്തിലൂടെ, നീ കേൾക്കുന്ന വചനത്തിലൂടെ, നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ, നീ ചൊല്ലുന്ന ജപമാലയിലൂടെ എല്ലാം അനുദിന ജീവിതത്തിൽ ദൈവം വർഷിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നീ ആ ദൈവത്തിനോട് ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിനക്ക് അനുഭവപ്പെട്ട എല്ലാ പ്രതികൂലമായ അവസ്ഥകളെയും കർത്താവ് അനുകൂലമാക്കി മാറ്റും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉള്ളിലുറപ്പിച്ച് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലമായ അവസ്ഥകളെയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കൂ. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിനക്ക് വിജയം നൽകി, ഉയർച്ച നൽകി നിന്നെ അനുഗ്രഹിക്കും. കരങ്ങൾ കൂപ്പി കർത്താവ് നൽകിയ ഈ വചനത്തിലൂടെ നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം വലിയൊരു ദൈവിക ബോധ്യത്തിലേക്ക്, ഉറപ്പിലേക്ക് വരുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.